ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതേപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ ബോളില്ലെങ്കിൽ നമ്മൾ സാധാരണ മറ്റേ ബോളൊക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഇതേപോലെ മൂടിയുള്ള ഏതെങ്കിലുമൊക്കെ ഒന്ന് മതി. അപ്പോൾ നമ്മളിതിലൊരു ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെടികൾ, വാട്ടർ പ്ലാന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ കത്രിക കൊണ്ടൊന്ന് അമർത്തി കുത്തിയപ്പോൾ ഇതേപോലെ ഒരു പൊട്ടലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പിന്നെ കത്രിക കൊണ്ട് ഇങ്ങനെ വെട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിത് കവർ ചെയ്ത് പോകും. ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിക്കുന്ന കാരണം കൊണ്ട് പിന്നീട് അത് പൊട്ടില്ല. എന്നിട്ട് നമ്മളിത് ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് നീളത്തിൽ പശ തേച്ച് ഫെവിക്കോളും വെള്ളവും കുറച്ച് മിക്സ് ആക്കിയിട്ട് എന്നിട്ട് ഇതേപോലെ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ക്ലേക്ക് പകരം അത്രയ്ക്ക് പകരം ഫുള്ള് അങ്ങനെ പകരത്തിൽ ഉപയോഗിക്കാനല്ല, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇത് മതിയാവും. നമുക്ക് ക്ലേ ഒന്നും വേണ്ട, സിമ്പിളാണ്. ഏതെങ്കിലും പെയിൻറ്റും പിന്നെ ടിഷ്യൂ പേപ്പറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഫുള്ള് ഈ ബോട്ടിലെ മൂടിയും പിന്നെ ഇതും നമ്മൾ ഉള്ളിൽ ഒട്ടിക്കുന്നില്ല, പുറമെ മൊത്തം ഇതേപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു കോട്ട് വേണമെങ്കിൽ ഒരു കോട്ട് അടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ 2 കോട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് നേരിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അതിന് ജെസ്സും അടിക്കണം, പിന്നെ അതിന് പെയിൻ്റ് അടിക്കണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ടാണ് നേരിട്ട് ഞാനിതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഈ നീളത്തിൽ ചുരുട്ടി വെച്ചിട്ടുള്ള ഈ ടിഷ്യൂ പേപ്പർ നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. വള്ളി പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്, വേറെ പശയൊന്നും വേണ്ട. പേപ്പറായ കാരണം കൊണ്ട് ഫെവിക്കോൾ തന്നെ ധാരാളം. ഈ മൂടിയുടെ വട്ടത്തിൽ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ മോൻ്റെ കൈ ഇങ്ങനെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ക്ഷമിക്കണം. അവനുണ്ടാവും എൻ്റെ കൂടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാത്തിലും കൈയിട്ട് ഇളക്കിയിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളിത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പെയിൻ്റ് അടിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം തന്നെ കോപ്പർ പെയിൻറ്റ് ഫുൾ അടിക്കാമെന്നാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ആൻറ്റിക് ലുക്കിലൊക്കെ കൊടുക്കണമെങ്കിൽ ആദ്യം ബ്ലാക്ക് അടിച്ചിട്ട് പിന്നെ സിൽവർ കൊണ്ട് ഗോൾഡ് കളർ കൊണ്ടൊക്കെ നമുക്ക് ഇതേപോലെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതേപോലെ ആൻറ്റിക് ലുക്കൊക്കെ മുന്നേ ബോട്ടിലൊക്കെ വീട്ടിൽ ചെയ്തതിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതേപോലെ കോപ്പർ കളർ ഫുൾ നമ്മൾ ഇതേപോലെ മൂടിയിലും ഇതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ മൂടി ഒട്ടിച്ച് വെക്കുന്നൊന്നുമില്ല. പിന്നെ ഇതേപോലെ മെറ്റാലിക് ഗ്രീൻ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഈ വള്ളികൾ ഒട്ടിച്ച് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ അവിടെ അങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. വള്ളികൾക്ക് മാത്രം, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ തേച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഓട്ടുപാത്രത്തിൽ അല്ലെങ്കിൽ ഈ ചെമ്പിൻ്റെ പാത്രത്തിലൊക്കെ ഇങ്ങനെ ക്ലാവ് പിടിച്ചുണ്ടാവില്ലേ, ആ ഒരു ലുക്ക് ആണ് എനിക്കിത് തേച്ച് കഴിഞ്ഞപ്പോൾ തോന്നിയത്. ക്യാമറയിൽ അതെന്തോരം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നമ്മളിതിങ്ങനെ തേച്ച് കൊടുത്തപ്പോൾ ആ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും പഴയത് പുതിയതിലുണ്ടാക്കുകയാണല്ലോ, അപ്പോൾ എല്ലാം ആൻറ്റിക് ലുക്ക് ആയില്ലായത്. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാനിത്. കുഴപ്പമില്ല. നമ്മളിവിടെ മൂടിയുടെ അതിൻ്റെ മുകളിലും പിന്നെ സൈഡിലൊക്കെ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തേച്ച് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വയ്ക്കാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്രോൺസ് കളർ കൊണ്ട് വന്ന് ടച്ചപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരെ നിർത്തണമെങ്കിൽ നിർത്താം. ഇനിയിപ്പോൾ ഞാൻ ഇതിനെക്കാട്ടി ഒന്നുകൂടി ഭംഗി പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് പൂക്കളൊക്കെ നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു കുഞ്ഞൊരു പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ പൂക്കളുടെ ഇതളൊക്കെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ പൂക്കൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ 1 2 അല്ലെങ്കിൽ ഞാനിത് മൂടിയിലൊക്കെ കുറച്ച് ബഞ്ച് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മുട്ടുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ആണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്, വേറെ പെയിൻ്റൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പൂക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച ചുവപ്പ് പൂക്കളോ പിങ്കോ അല്ലെങ്കിൽ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളേഴ്സൊക്കെ തോന്നുക വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ചെയ്യാം. വൈറ്റ് ആകുമ്പോൾ ആണ് എനിക്ക് ഒന്നുകൂടി ഭംഗി തോന്നുന്നത്. അപ്പോൾ നമ്മളിതേ ഫുള്ള് ഇതേപോലെ ചെയ്തെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ മുട്ടുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാപ്പ് ഗ്രീൻ എടുത്തിട്ട് ഇതിന് വള്ളികളും പിന്നെ ഇലകളും പിന്നെ മുട്ടിൻ്റെ അവിടെയൊക്കെ അങ്ങനെ മുട്ടിൻ്റെ ഇതൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ഫൈനലായിട്ട് ടച്ചപ്പ്. പിന്നെ അവസാനം ആ വെള്ള പൂക്കളുടെ നടുക്കിലൊക്കെ മഞ്ഞ കൊണ്ടൊക്കെ ഒരു കുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എത്ര പൂക്കൾ വേണമെങ്കിലും നമുക്കതിൽ ചെയ്യാം, എങ്ങനെ ഡിസൈനിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളാക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്നെക്കാട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റുവെച്ചാൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ് വിത്ത് ഹരിത എന്ന് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ട്രൈപ്പിക്കൊക്കെ അയച്ചു തരാം കേട്ടോ. ഒന്നുകൂടി നന്നായിട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് ട്രൈപ്പിക്കൊക്കെ അയച്ചു തരണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതേ പൂക്കളുടെ നടുക്കിലൊക്കെ മഞ്ഞ കൊണ്ടൊക്കെ ഒരു കുത്തൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഇതേപോലെ വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. വാർണിഷൊക്കെ ചെറുതായിട്ട് കട്ട പിടിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുത്ത് തേവുന്നത്, ഇല്ലെങ്കിൽ ബ്രഷ് എടുത്തിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ കൈ കൊണ്ടാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഫുള്ള് ചെയ്തിട്ട് ഉണക്കാൻ വെക്കുക. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബാമ്പുവിൻ്റെ തൈ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ നമുക്ക് വെക്കാം. ഔട്ട്ഡോർ ആയിട്ട് വെക്കുമ്പോൾ വല്ല സ്റ്റാൻഡോ അങ്ങനെ നേരിട്ട് മണ്ണിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ ഒരു ഭംഗി പോവും അതിൻ്റെ. ഞാൻ ഇവിടെ ഇൻഡോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ചന്തമുണ്ട് കേട്ടോ. നമ്മളിത് നേരിട്ട് കാണാനാണ് ഭംഗി. ആ വെള്ളപ്പൂക്കളൊക്കെ ആയിട്ട് ആ കളറിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് എളുപ്പമാണ്. ഇതേപോലത്തെ ഐസ്ക്രീമിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂടിയുള്ള ഏതെങ്കിലുമൊക്കെ ബോട്ടിലിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഈ ചെടി വേണമെന്നൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ആയിട്ടുള്ള പൂക്കളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ഇടാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള മണി കൂടി അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിലോട്ട് കാണാം കേട്ടോ. താങ്ക്